ഹലോ കൂട്ടുകാരെ, ഇന്നലെ ഒരു ദിവസം ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്നൊന്ന് നോക്കിയാലോ. വേണ്ട, രാവിലെ തന്നെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. വേണ്ട, ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലേറ്റിൽ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും കൈയൊക്കെ കൊണ്ടുവന്നിട്ട് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപോലെ തിരിച്ചേക്കാണ് കേട്ടോ, ഒരുപോലെ പൊക്കിയെടുക്കാനായിട്ടൊക്കെ. വേണ്ട, അപ്പോൾ എന്താണെന്ന് മനസ്സിലായോ? ശർക്കരയും തേങ്ങയും നല്ല ഏലക്കാപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് എടുത്തിട്ടുള്ള അടിപൊളി റവ വെച്ചുണ്ടാക്കിയ കൊഴുക്കട്ടയാണ്. കൂടെ നല്ല നാടൻ മുട്ട പുഴുങ്ങിയതുകൊണ്ട് കട്ടൻ കാപ്പിയുണ്ട്. കണ്ടോ, തുറന്ന് നോക്കി. കണ്ടോ, നല്ല ശർക്കര വെച്ചേക്കുന്നത്. എൻ്റെ കൂട്ടുകാർക്ക് ശർക്കര വെച്ചാണ്, അത് പഞ്ചസാര വെച്ച് കൊഴുക്കട്ടയാണ് കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഉച്ചക്കത്തേക്കിന് നമ്മൾ ചോറല്ല, ഇന്ന് കഞ്ഞിയാക്കിയാലോ എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് വെള്ളമൊന്നും വാർത്തില്ല, അങ്ങനെ നമ്മൾ കഞ്ഞിയായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ കൂടെ കഴിക്കാൻ എന്തൊക്കെയാണ് കറികളെന്ന് കണ്ടോ. നല്ല ബീഫ് ഫ്രൈ ആക്കിയതുണ്ട്, പിന്നെ ബീൻസും ക്യാരറ്റും കൂടെ ഒരു തോരനുണ്ട്, കുക്കുംബർ വെച്ചിട്ടുള്ള സലാഡുണ്ട് കേട്ടോ. കുക്കുംബറൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ, നല്ല ഹെൽത്തി ആയിരിക്കുമല്ലോ. അങ്ങനെ അതുണ്ട്. ഇതെന്താണെന്ന് നോക്കിയാൽ അടിപൊളി അച്ചാറാണ് കേട്ടോ. നല്ല എണ്ണയ്ക്കകത്തൊക്കെ ഇടുന്ന നല്ല അടിപൊളി അച്ചാറും. ഇതെന്താണെന്ന് മനസ്സിലായോ? അടിപൊളി മുട്ട പൊരിച്ചതും. അപ്പോൾ ഇതൊക്കെ കൂട്ടിയായിരുന്നു ഇന്ന് എന്നെ ഉച്ചക്കത്തെ ലഞ്ച് കേട്ടോ. കഞ്ഞിയാണേ, അതുകൊണ്ട് പിന്നെ ചാറ് കറി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതൊക്കെ കൂട്ടിയാണ് ഇന്ന് ഉച്ചക്കത്ത് കഴിച്ചിരുന്നത്. പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? അവിടെ മുറ്റത്തുനിന്ന് കുറേ പറിച്ചെടുത്തതാണ്. കുറേ ഇത് തൊമരയ്ക്കാൻ. അപ്പോൾ തൊമരയ്ക്കാൻ കുറേ വിളഞ്ഞെല്ലാം കൂടെ പറിച്ചെടുത്തു. കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇതുപോലെയാണ് നമ്മുടെ മറ്റേ ബീൻസൊക്കെ പോലെ. കണ്ടോ, അപ്പോൾ ഇത് പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം ഇരുന്ന് എല്ലാവരും കൂടെ പൊളിച്ച് വേണ്ട ഇത്ര ആക്കിയിട്ടുണ്ട്. അതൊരു നല്ല പണി തന്നെയാണ് കേട്ടോ. വേണ്ട, ഇതിന് നമുക്കിത് മെഴുക്ക് വരട്ടിയോ തോരനോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിക്കാം. അത് കഴിഞ്ഞ് വൈകുന്നേരം നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തേക്കൊന്നും ഉണ്ടാക്കാനൊന്നും കഴിയില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ വേണ്ട എന്തൊക്കെ സൈസ് ടീ ആണെന്ന് നോക്കിയാൽ മസാല ടീ ഉണ്ട്, തുളസി ടീ ഉണ്ട്, ജിഞ്ചർ ടീ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെന്താ അങ്ങനെ കുറേ ടീ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ അപ്പം ഉണ്ടായിരുന്നു, പിന്നെ ബ്രെഡ് റോൾ ഉണ്ടായിരുന്നു. നോക്കി എന്തൊക്കെയാണെന്ന് നോക്കി വായിച്ചു പാത്രത്തിൽ നോക്കി കേട്ടോ. അപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ട് വേണ്ട ബ്രെഡ് റോൾ ഉണ്ടായിരുന്നു. ചിക്കനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അടുത്ത വേണ്ട അടിപൊളി ഫിഷ് മോളി ആയിരുന്നു കേട്ടോ. ഇതായിരുന്നു നമുക്ക് സ്റ്റാർട്ടറായിട്ട് അടിപൊളി മട്ടൻ മൂന്നാമത് വ്യക്തിയെ എല്ലാ കാര്യങ്ങളും മൂന്നാമത് വ്യക്തിയോട് പറയുമ്പോൾ അവരുടെ ആശയങ്ങളും